കേരളം ഇനി ആര് ഭരിക്കണമെന്ന് നാളെ അറിയാം. വോട്ടെണ്ണാൻ മണിക്കൂറുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. അവസാന വട്ട കണക്കുകൂട്ടലുകളിൽ ഇന്ന് പകൽ ഒന്ന് കഴിഞ്ഞ് ഒന്ന് ഇരുട്ടി വെളുത്താൽ കേരളത്തിൻ്റെ ഭാഗതയും നിർണ്ണയിക്കുന്ന വളരെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ അവസാനം കൂടിയാവുകയാണ്. ചുരുങ്ങിയത് 75 സീറ്റെങ്കിലും നേടി ഭരണത്തിൽ തുടരുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് ഇടതുമുന്നണി ഉള്ളത്. 80-ൽ കുറയാത്ത സീറ്റ് പ്രതീക്ഷിക്കുന്നുണ്ട് UDF. തരംഗമുണ്ടായാൽ അത് 100-ലേക്ക് എത്തും എന്നുള്ള കണക്കുകൂട്ടലും മറ്റുമുണ്ട്. വോട്ടെണ്ണലിൻ്റെ ഒരുക്കങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനും പൂർത്തിയാക്കിയിട്ടുണ്ട്. വിവിധ ബ്യൂറോകളിൽ നിന്ന്, കേരളമെമ്പാടുമുള്ള വിവിധ ബ്യൂറോകളിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധികൾ ജി ശ്രീജിത്ത്, ആജ്ഞ രവീന്ദ്രൻ, സാരംഗ് സുധാകരൻ, CV അനുമോദ്, ശരണ്യ സ്നേഹജൻ, KV ബൈജു എന്നിവർ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. ആദ്യം കോട്ടയത്തേക്ക് പോകണം. രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന മണ്ണ്. അവിടെ ഒരുപാട് അത്ഭുതങ്ങൾ പ്രതീക്ഷിക്കുന്നു. കോട്ടയം ജില്ലയിലുടനീളം ചില മാറ്റങ്ങളൊക്കെ വിചാരിക്കുന്നു. UDF ഒരുപാട് പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരു സ്ഥലമാണ്. ക്രിസ്ത്യൻ മെജോറിറ്റി മേഖല. എങ്ങോട്ടേക്ക് വോട്ടുകൾ പോയിട്ടുണ്ട്? BJPയുടെ ക്രിസ്ത്യൻ നയതന്ത്രം ഫലിക്കുമോ? ഇത്തരം കാര്യങ്ങളിലൊക്കെ ഒരു ഉത്തരം ലഭിക്കാൻ നാളെ വരെ കാത്തിരിക്കണം. ശ്രീജിത്ത്, തെരഞ്ഞെടുപ്പിൻ്റെ ഒരുക്കങ്ങൾ, വോട്ടെണ്ണലിൻ്റെ ഒരുക്കങ്ങളൊക്കെ ഏകദേശം പൂർത്തിയായി എന്ന് കരുതാം. അവസാന വട്ട കണക്കുകൂട്ടലിലാണ് അവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ. പ്രത്യേകിച്ചും ജോസ് കെ മാണി ജയിക്കണം, ജയിച്ചില്ലെങ്കിൽ നിലനിൽപ്പ് തന്നെ അവതാളത്തിലാകും. എന്താണ് കോട്ടയത്തിൻ്റെ ഏറ്റവും ഈ ദിവസത്തെ രാഷ്ട്രീയ സാഹചര്യം? ഏതാണ്ട് താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് രഞ്ജിത്ത്. വലിയ കണക്കുകൂട്ടലായിരുന്നു കഴിഞ്ഞ ഒരു മാസമായി ഉണ്ടായിരുന്നത്. ഇനി ഒരു കണക്കുകൂട്ടലുകൾക്കും പ്രസക്തിയില്ലാത്ത നിലയിലെ മണിക്കൂറുകൾക്കുള്ളിൽ ജനവിധി പുറത്തേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, ഓരോ മുന്നണികളും അവരുടേതായ നിലയിലുള്ള ആത്മവിശ്വാസം തുടരുന്നു എന്നുള്ളത് തന്നെയാണ് എടുത്ത് കാണാൻ കഴിയുന്നത്. നമുക്കറിയാം, ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നത് UDF ക്യാമ്പിനെ സംബന്ധിച്ച് ഏതാണ്ട് എല്ലാ എക്സിറ്റ് പോളുകളും അവർക്ക് അനുകൂലമായൊരു നിലപാടെടുത്തു എന്നത് അവർക്ക് ഒരു ആശ്വാസം നൽകുന്ന ഘടകമാണ്. പക്ഷേ ഒരു വലിയ സ്കോറിലേക്ക്, വലിയ നമ്പറിലേക്ക്, ഒരു 100-ലേക്കൊന്നും ആരും പ്രവചനം എത്തിക്കുന്നില്ല എന്നുള്ളത് ചെറിയ രീതിയിലെങ്കിലും ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. തൊട്ടിപ്പുറത്ത് LDFന്റെ ആത്മവിശ്വാസം അതുതന്നെയാണ്. എക്സിറ്റ് പോൾ ഇങ്ങനെയാണെങ്കിൽ യഥാർത്ഥ ഫലം തങ്ങൾക്ക് അനുകൂലമാകുമെന്ന് അവർ കരുതുന്നു. മധ്യ കേരളത്തിലടക്കം സീറ്റ് ഉണ്ട്, പ്രവചിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് NDAയുടെ ഒരു ആത്മവിശ്വാസമായി മാറുന്നത്. ഈ കേരള കോൺഗ്രസിനെ സംബന്ധിച്ച് അവർ തമ്മിലുള്ള ഒരു പോരാട്ടം നടക്കുന്നു. ജോസഫ് വിഭാഗം ഇത്തവണ UDFന്റെ തണലിൽ വലിയ ആത്മവിശ്വാസമാണ്. ഇത്തവണ മത്സരിച്ച 8-ൽ പക്ഷേ കാഞ്ഞങ്ങാട് ഒഴികെയുള്ള 7 സീറ്റിലും വിജയിക്കും എന്നാണ് അവരുടെ ആത്മവിശ്വാസം. അങ്ങനെയെങ്കിൽ കഴിഞ്ഞ തവണത്തെ ഒരു 2 സീറ്റിൽ നിന്ന് അത്രത്തോളം സീറ്റിലേക്ക് എത്തുക എന്നുള്ളത് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ വലിയൊരു ഉയർത്തെഴുന്നേൽപ്പിന് കൂടി അത് കാരണമാകും.